ഈസി മാത്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചു സിമ്പിൾ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു 12 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും അത് ട്രൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സുമായിട്ട് ഇതിനെ ഒത്തുനോക്കുക. എന്നിട്ട് ഏതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. ഞാനത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചെയ്യാം. ആൻസേഴ്സ് കണ്ടല്ലോ, വെരിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഫണ്ടമെന്റൽസ് ക്ലാസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷനാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഫ്രാക്ഷൻ്റെ ബേസിക് എന്താണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നു. സെക്കൻഡ് ക്ലാസ്സിൽ ഫ്രാക്ഷൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ പഠിപ്പിക്കും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഫ്രാക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കിന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് എല്ലാ കുട്ടികളും ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഫ്രാക്ഷൻ നമ്മുടെ ഹയർ സ്റ്റഡീസിൽ എല്ലാ ക്ലാസ്സുകളിലും ഫ്രാക്ഷൻസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഫ്രാക്ഷൻ എന്ന് കൃത്യമായി മനസ്സിലാക്കിയേക്കണം. പിന്നെ ഫ്രാക്ഷൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ് എന്നിങ്ങനെ ഫ്രാക്ഷൻസ് ഉണ്ട്, അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സിൽ ഏതാണ് സ്മോളർ ഏതാണ് ബിഗർ എന്ന് അത് തിരിച്ചറിഞ്ഞേക്കണം. ഇങ്ങനെയുള്ള പിന്നെ അഡീഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാ കാര്യങ്ങളും ഫ്രാക്ഷൻസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മാത്രമല്ല ഭംഗിയായിട്ട് പഠിച്ചില്ലെങ്കിൽ ഒത്തിരി നമുക്ക് ഡൗട്ട്സ് വരുന്ന ഒരു പോർഷൻ കൂടിയാണ് ഫ്രാക്ഷൻ. ഏതായാലും ഫ്രാക്ഷൻ്റെ ഏറ്റവും ബേസിക് ഫ്രാക്ഷൻ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമുതലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫസ്റ്റിൽ എന്താണ് ഫ്രാക്ഷൻ എന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക, ഡിവൈഡ് ചെയ്യുക, ഡിവിഷൻ എന്ന് തന്നെയാണ് ഫ്രാക്ഷൻസിൻ്റെ മീനിങ്. അത് തന്നെയാണ്, രണ്ടും ഒരേ കൺസെപ്റ്റാണ്. എക്സാമ്പിളായിട്ട് എൻ്റെ കയ്യിൽ 4 ചോക്ലേറ്റ്സ് ഉണ്ട്. ഈ 4 ചോക്ലേറ്റ്സിനെ ഞാൻ 2 സ്റ്റുഡൻസിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമ്മളത് ഡിവിഷനായിട്ട് എഴുതുവാണെങ്കിൽ 4 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും അല്ലേ? അപ്പോൾ ഈ 4 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നത് തന്നെയാണ് നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതുന്നത്. അതിനെ ഫ്രാക്ഷൻ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയും. അപ്പോൾ ഇതുപോലെയാണ് എഴുതുന്നത്. 4 ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഫ്രാക്ഷൻ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 4 ഡിവൈഡഡ് ബൈ 2. പക്ഷെ നമ്മൾ ഷോർട്ടായിട്ട് 4 ബൈ 2 എന്ന് പറയുന്നു. സിമ്പിൾ അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ട് ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ എഴുതുന്നു എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിൽ ഈ 4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഇതിലെ 2 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററുമാണ്. അപ്പോൾ 4 ന്യൂമറേറ്റർ, 2 ഡിനോമിനേറ്റർ. സ്റ്റേറ്റ് സിലബസ് മലയാളം മീഡിയംകാരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ അംശം എന്നും ഛേദം എന്നും പറയുന്നു. 4 അംശം, 2 ഛേദം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു കേക്ക് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഒരു കേക്കാണ്, എൻ്റെ കയ്യിലൊരു കേക്ക് ഉണ്ട്. ഞാൻ ഈ കേക്കിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു നൈഫ് കത്തി വെച്ചിട്ട് 2 പാർട്ടാക്കി മാറ്റുന്നു. ഈ ഒരു പാർട്ട് ഞാൻ വച്ചേക്കുകയും ഷെയ്ഡ് ചെയ്ത പാർട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് കരുതുക. ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ ഒരു പാർട്ട് ഞാൻ ആ കുട്ടിക്ക് കൊടുക്കുന്നു, ഒരു പാർട്ട് എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ എൻ്റെ കൈവശമുള്ള കേക്കിനെ ഫ്രാക്ഷനായിട്ട് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു നോക്കാം. അതായത് ഫ്രാക്ഷൻ എഴുതിയാൽ കാണുന്ന ആൾക്കറിയാം അതിനൊരു വലിയൊരു സെന്റൻസ് ആണ്. അത് എൻ്റെ കൈവശം ഇത്ര കേക്ക് ഉണ്ട് എന്നുള്ള ഒരു സെന്റൻസിനെയാണ് മാത്തമെറ്റിക്സിൽ നമ്മളതിന് വളരെ ചെറുതായിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എൻ്റെ കൈവശം ടോട്ടൽ 2 പീസസ് ഓഫ് കേക്ക് ഉണ്ട്. 2
പീസസ് ഓഫ് കേക്ക് എൻ്റെ കൈവശമുണ്ട്. അതിൽ ഒരു പീസ് ഞാൻ എൻ്റെ കയ്യിൽ വച്ചേക്കുകയും ഒരു പീസ് മറ്റൊരു കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ മീനിങ്. അതായത് 1/2 പാർട്ട് ഓഫ് കേക്കാണ് എൻ്റെ കൈവശം ഇനി ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ മനസ്സിലാക്കുക എങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ടോട്ടൽ എത്ര പീസസ് ഉണ്ട് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ബാലൻസ് എത്ര ഉണ്ട് എന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് എന്നത് ഡിനോമിനേറ്റർ ആയിട്ടും ബാലൻസ് എന്ന് പറയുന്നതാണ് ന്യൂമറേറ്റർ. അപ്പോൾ 1/2 എന്നൊരു റെപ്രസെന്റേഷൻ കണ്ടാൽ അത് മനസ്സിലാക്കേണ്ടത് ടോട്ടൽ 2 പാർട്സ് ഉണ്ടായിരുന്ന സംഭവത്തിൽ അത് എന്തായിക്കൊള്ളട്ടെ, കേക്ക് ആകട്ടെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പർ ആകട്ടെ, എന്തായാലും ടോട്ടൽ ഉണ്ടായിരുന്നതിൻ്റെ ഹാഫ്, അതായത് 1/2 പാർട്ട് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ഇതിനെ ഞാൻ മറ്റൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ ഈ കേക്കിനെ ഞാൻ 4 പാർട്സ് ആയിട്ട് മാറ്റുന്നു വയ്ക്കുക. എന്നിട്ട് ഒരു പാർട്ട് ഞാൻ എൻ്റെ കൈവശം വയ്ക്കുന്നു. 3 കുട്ടികൾക്ക് 3 സ്റ്റുഡൻസിന് ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് കൊടുക്കുന്നു. അതായത് ടോട്ടൽ ഉള്ളത് 1, 2, 3, 4 പാർട്സ് ഉണ്ട്. അതിലിപ്പോൾ ഒരു പീസ് കേക്ക് മാത്രം എൻ്റെ കൈവശമുണ്ട്, ബാക്കി കുട്ടികൾക്ക് കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാതെ എങ്ങനെ എഴുതും. ഇനി ബാലൻസ് ഉള്ളത് 1 പീസാണ്. ടോട്ടൽ എത്ര പീസസ് ഉണ്ടായിരുന്നു? 4 പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ എഴുതുമെന്ന് മനസ്സിലായല്ലോ. അതായത് ഇതിന്റെ മീനിങ് എന്താണ്, 4 പീസസ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നതിൽ ഇനി ഒരു പീസ് മാത്രം ബാലൻസ് ഉണ്ട്. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഫ്രാക്ഷൻ ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ എന്താണ് ഫ്രാക്ഷൻ എന്ന് മനസ്സിലായല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര പീസസ് ഉണ്ട്, അതിൽ എത്ര പീസ് ബാലൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ എന്നതാണ് ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഡിവിഷനായിട്ട് പറയുവാണെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ 1 പാർട്ട് ഉണ്ട് എന്നാണ്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഫ്രാക്ഷൻ മനസ്സിലാക്കാമെന്ന് മനസ്സിലായി അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇനി മറ്റൊന്ന് പറയാം. എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോർമലി കുട്ടികളെ ഈസി ആയിട്ട് വരക്കും അല്ലേ? അറിയാലോ? ഓക്കെ, ഒരു എത്ര കുട്ടികളാ ഇവിടെ? ടോട്ടൽ 6 കുട്ടികളുണ്ട്. അപ്പോൾ ഇതിനെ കുട്ടികളായിട്ട് റെപ്രസെന്റ്. അപ്പോൾ 6 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഈ 3 കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിലില്ല, ഔട്ട് സൈഡിലേക്ക് പോയി. ഇനിയുള്ളത് വെറും 3 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ഇതിനെ ഫ്രാക്ഷനായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് ടോട്ടൽ ഉണ്ടായിരുന്നത് 6 സ്റ്റുഡൻസ് ആണ്, അതിൽ ഇപ്പോൾ ഉള്ളത് 3 സ്റ്റുഡൻസ് ആണ് എന്നാണ് അതിന്റെ മീനിങ് അല്ലേ? ടോട്ടൽ 6 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 3 സ്റ്റുഡൻസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നതിന് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ടും ബാലൻസ് എന്ന് പറയുന്നതിനെ ന്യൂമറേറ്റർ ആയിട്ടും എഴുതി. സംശയമുണ്ടോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതാണ് അതിൽ നമ്മളിപ്പോൾ പഠിച്ചു എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സിമ്പിൾ അല്ലേ? ശരി, അപ്പോൾ ഇത്രയുമാണ് ഫ്രാക്ഷൻ്റെ ബേസിക് ആയിട്ട് എന്താണ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻ്റെ ഗ്രേറ്റർ സ്മോളർ എന്ന് പറയുന്ന ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഗ്രേറ്റർ സ്മോളർ, ഏത് ഫ്രാക്ഷനാണ് ഗ്രേറ്റർ, ഏത് ഫ്രാക്ഷനാണ് സ്മോളർ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി ഞാനിപ്പോൾ പറയാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അത് ഞാൻ 2 രീതിയിൽ പറയും. അതായത് നോർമൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രേറ്റർ ഫ്രാക്ഷനെ തിരിച്ചറിയുന്നു, എങ്ങനെ സ്മോളർ തിരിച്ചറിയുന്നു എന്ന് പറയാം. അപ്പോൾ അത് പറയുന്നതോടൊപ്പം തന്നെ ഈസി മെത്തേഡിൽ എങ്ങനെ നിങ്ങൾക്ക് അത് ഫ്രാക്ഷനെ തിരിച്ചറിയാം എന്നുകൂടി പറയും. ഇതിനൊരു കാരണമുണ്ട്. എൻ്റെ ഇടയ്ക്കൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചൊരു കാര്യമാണ്, 1 മാർക്കിനാണ് നമ്മളൊരു ഫ്രാക്ഷൻ്റെ ഗ്രേറ്റർ ആണോ സ്മോളർ ആണെന്നോ സിമ്പൽ യൂസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നമ്മൾ ആ 1 മാർക്ക് ക്വസ്റ്റ്യൻ സ്റ്റെപ്സ് എഴുതാണ്ട്
ആൻസർ മാത്രം വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ചോദിച്ച എക്സാമ്പിൾ ഞാൻ പറയാം ആദ്യം. അത് പറഞ്ഞിട്ട് അതെങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള പ്രോസസ്സ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആ കുട്ടി ചോദിച്ചത് എങ്ങനെയാണ്, 1/3 1/4 ഈ 2 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഗ്രേറ്റർ നമ്പർ ഇതിലെ സ്മോളർ നമ്പർ എങ്ങനെ മനസ്സിലാക്കാം? ഇതിന് ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 9th 10th ഒക്കെ പഠിക്കുന്ന കുട്ടികളിൽ ഈ ബേസിക് ആയിട്ടുള്ള നോളജ് എവിടെയെങ്കിലും മിസ്സായി അവരിതിൽ ഒത്തിരി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, അതാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് ഫ്രാക്ഷൻ പഠിക്കുന്ന കുട്ടിയെ നോക്കുമ്പോൾ കുട്ടിക്ക് ഒത്തിരി ഡൗട്ട്സ് വരാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഒരു കുട്ടിയെടുത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രാക്ഷൻ നോക്കുമ്പോൾ അയ്യോ ഇത് ഡിഫിക്കൽട്ട് ആണല്ലോ എന്ന് കരുതല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊച്ചുകുട്ടികൾ ഇത് കാണുവാണെങ്കിൽ മാതാപിതാക്കൾ അടുത്തിരുന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുക, ശ്രദ്ധിക്കണം. അല്ലാതെ വെറുതെ എൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ട് അവർക്ക് ഒരിക്കലും ഇത് മനസ്സിലാകത്തില്ല, അവർക്ക് കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, 9th 10th ഒക്കെ കുട്ടികളാണ് മിസ്സായി പോയെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ മിസ്സായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് കാൽക്കുലേഷൻ തെറ്റിപ്പോകുന്നു, എനിക്കൊന്ന് ഫ്രാക്ഷൻ ആരെങ്കിലും പറഞ്ഞു തന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരു കുട്ടി ചിന്തിക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബേസിക് പോയി അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് 10th നല്ല മാർക്ക് വാങ്ങണം, 9th നല്ലതായിട്ട് പഠിക്കണം, പക്ഷെ എനിക്ക് ബേസിക് കിട്ടുന്നില്ല എന്ത് പറയുന്ന കുട്ടികൾക്ക് അവർക്ക് ഞാൻ നല്ലൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം 9th 10th എൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്ലാസ്. ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസ് എടുക്കുന്നതും അത് തന്നെയാണ്, 9th 10th ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു ബാക്ക് സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ ബേസിക്സ്. അതുകൂടെ മനസ്സിലാക്കുക. കാരണം അതല്ല എങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ ഒരു കൊച്ചുകുട്ടി ഇത് എങ്ങനെയാണ് പിക്കപ്പ് ചെയ്യുന്നത്, ഇത്രയും വളരെ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആകുന്നു എന്നൊക്കെ ചിന്തിക്കല്ലേ. അത് മനസ്സിലിരിക്കുക. പക്ഷെ കൊച്ചുകുട്ടികൾ കാണുക. ഇത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടമുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ ഒന്നും പഠിക്കുന്നില്ല, ചെറിയ കൗണ്ടിങ് നമ്പേഴ്സ് പഠിച്ചു പോകുന്നു. അപ്പോൾ ഈ കുട്ടി വീഡിയോ കണ്ടാൽ ആ ഹയർ ഗ്രേഡിൽ ഇങ്ങനെ ഉണ്ട് എന്ന കുട്ടിക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ 50 വരെ എണ്ണാൻ പറഞ്ഞു കൊടുക്കുകയാണ് കൗണ്ടിങ് നമ്പേഴ്സ്. ഇപ്പോൾ കൗണ്ടിങ് 50 കുട്ടി എന്താ പറയുന്നത്, 50 വരെ പഠിച്ചാൽ കഴിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ ഫസ്റ്റിലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക 50 വരെ കഴിയുന്നില്ല, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി ഉണ്ട്, ഈ നമ്പർ എൻട്രി ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പഠിച്ചാൽ ആ കുട്ടിക്ക് കുറച്ചുകൂടി നല്ലതാണ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വീഡിയോസ് കൊച്ചുകുട്ടികൾ കാണല്ലേ എന്നല്ല പറയുന്നത്, ഫ്രാക്ഷൻസിൻ്റെ ബേസിക് പോർഷൻസ് കാണുക. അപ്പോൾ ഡൗട്ട് ആവുമ്പോൾ മാത്സ് ഡിഫിക്കൽട്ട് എന്ന് തോന്നാണ്ട് മാതാപിതാക്കൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് പറഞ്ഞെന്ന് മാത്രം. എനിവേ, ഈ ക്വസ്റ്റ്യൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചതാണ്. ഇതിപ്പോൾ നോക്കിയിട്ട് ഗ്രേറ്റർ സ്മോളർ എങ്ങനെ എഴുതും? ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ റിയൽ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഇതിൻ്റെ മീനിങ് എന്താ, ഒരു കേക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കേക്കിനെ 3 പീസായി കട്ട് ചെയ്യുന്നു. ആ സെയിം കേക്കിനെ 4 പീസസ് ആയി കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇതിൽ നിന്ന് 1 പീസ് എന്ന മീനിങ്, ഇവിടെ ഈ 4 ആയി കട്ട് ചെയ്തതിൽ 1 പീസ് എന്ന മീനിങ്. ഏതാണ് ഗ്രേറ്റർ? ഒരു കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 1 പീസ് കിട്ടുന്നു. അതിൽ ഏത് പീസായിരിക്കും വലുത്? 100% ഷുവറാണ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത പീസാണ് ഗ്രേറ്റർ. ശരിയല്ലേ? അപ്പോൾ ഗ്രേറ്റർ സ്മോളർ എന്ന സിമ്പലൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഗ്രേറ്റർ എന്ന സിമ്പൽ എടുക്കുമ്പോൾ എന്താണ്, 1/3 ഗ്രേറ്റർ ദാൻ 1/4. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇത് ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ ഒരു ഈസി ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വിത്തിൻ സെക്കൻഡ് എഴുതാൻ പറ്റും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം ഇതിന്റെ റിയൽ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ റിയൽ ആയിട്ട് നമുക്ക് ഗ്രേറ്റർ നമ്പറും സ്മോളർ നമ്പറും കണ്ടുപിടിക്കുക എന്നുള്ളത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ നമ്പേഴ്സിനെ നോക്കുമ്പോൾ 1/3 1/4, അപ്പോൾ ഇതിൽ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയിരുന്നു എങ്കിൽ, എക്സാമ്പിൾ ഈ നമ്പർ അല്ല, ഇതിൽ 1/4 2/4 ആയിരുന്നുവെങ്കിൽ ഇതിൽ ഗ്രേറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെയാ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യുക? ഇതിന്റെ മീനിങ് എന്താ, 4 ആയിട്ട് കട്ട് ചെയ്ത കേക്കിൽ നിന്നും 1 പീസ് എടുക്കുന്നു,
4 ആയിട്ട് കട്ട് ചെയ്ത കേക്കിൽ നിന്നും 2 പീസസ് എടുക്കുന്നു. ഇതിലേതാ കൂടുതൽ? ഉറപ്പാണ്, ആലോചിക്കേണ്ട ആവശ്യമില്ല, 2 പീസസ് എടുത്തതാണ് ഗ്രേറ്റർ അല്ലെ. പക്ഷെ ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ചിന്തിക്കേണ്ടി വരും, കാരണം 3 ആണ് 4 ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഗ്രേറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഗ്രേറ്റർ നമ്പർ ആണ് ഗ്രേറ്റർ ഫ്രാക്ഷൻ. ഇപ്പൊ 2 ഫ്രാക്ഷൻ തന്നേക്കുവാണ്, ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ അതിൽ ന്യൂമറേറ്റർ ഏതാണോ ഗ്രേറ്റർ അതാണ് ഗ്രേറ്റർ ഫ്രാക്ഷൻ വരുന്നത്. ശരിയല്ലേ? അപ്പോൾ 1/4 എന്ന് പറയുന്നത് സ്മോളർ ആണ് 2/4-നേക്കാൾ. ശരിയല്ലേ? അപ്പോൾ ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരുന്നുവെങ്കിൽ നമുക്ക് ആലോചിക്കാണ്ട് എഴുതാമായിരുന്നു അതിൽ ഏതാണോ ന്യൂമറേറ്റർ ഗ്രേറ്റർ അതാണ് ഗ്രേറ്റർ ഫ്രാക്ഷൻ എന്ന്. അപ്പോൾ ഇതിന്റെ റിയൽ മെത്തേഡ് നിങ്ങൾ പഠിക്കുന്നത് സ്മോളർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന റിയൽ മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ടത് 1/3-ഉം 1/4-ഉം ആണെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റില് നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഏതെങ്കിലും നമ്പർ കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഫ്രാക്ഷനെ കംപ്ലീറ്റ്ലി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് ചെയ്യാൻ ഇതിൽ കോമൺ ഫാക്ടറിന്റെ കാര്യമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണോ, ഇപ്പോൾ 1/3-ഉം നമ്മൾ സിമ്പിൾ കൊടുക്കുന്നില്ല 1/4-ഉം ആണെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണോ ആ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. എക്സാമ്പിൾ ഇവിടെ എന്താണ് പറയുന്നത്? ആ 4 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ തന്നേക്കുന്ന ഡിനോമിനേറ്റർ കൊണ്ട് ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായിട്ട് മാറുന്നതിന്റെ ആൻസർ 4/12. അതുപോലെ ഇവിടെ 3/12 ആകും അല്ലേ? അപ്പൊ എന്തായി? ഡിനോമിനേറ്റർ ഈക്വൽ ആയി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിനോമിനേറ്റർ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഏത് നമ്പറിന്റെ ന്യൂമറേറ്റർ ആണോ ഗ്രേറ്റർ ആ നമ്പറാണ് ഗ്രേറ്റർ. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്കറിയാം, ഇനി വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം ഏത് നമ്പറാണ് ഗ്രേറ്റർ ഏത് നമ്പറാണ് സ്മോളർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ഫ്രാക്ഷൻ എന്ന് അറിയില്ലാത്തവർക്ക് അതിനെ ബേസിക് ആയിട്ട് ഫ്രാക്ഷന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. സെക്കൻഡറി ഞാൻ എന്ത് പറഞ്ഞു? ഒരു ഫ്രാക്ഷനിൽ ഏതാണ് ഗ്രേറ്റർ ഏതാണ് സ്മോളർ എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള 2 കാര്യങ്ങളും പറഞ്ഞു തന്നു. ശരിയല്ലേ? ഇതിൽ സംശയമില്ലല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഫ്രാക്ഷൻസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് നെയിം ഉണ്ട്. അതായത് പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതുകൂടി പഠിക്കുന്നുണ്ട്. എന്താണ് പ്രോപ്പർ, എന്താണ് ഇംപ്രോപ്പർ, എന്താണ് മിക്സഡ് എന്നുകൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ഇപ്പം ഞാൻ നോക്കുക, ഇവിടെ ഞാൻ എഴുതുവാണ് 1/4 എന്ന് എഴുതി അല്ലേ? ഇത് ഫ്രാക്ഷൻ. ഇനി ചില സന്ദർഭങ്ങളിൽ 5/4 ഇങ്ങനെയുള്ളൊരു ഫ്രാക്ഷനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു 1/4 എന്നൊരു ഫ്രാക്ഷൻ കണ്ടിട്ടുണ്ടാകാം, 5/4 എന്നൊരു ഫ്രാക്ഷൻസ് ഉണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ 1/4 എന്നും കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ അതെല്ലാം പഠിക്കാത്തവർ തന്നെയാണെങ്കിലും ഈ ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇത് 3ഉം എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കുക, ഇതിൻ്റെ മീനിങ് എന്താണ്? ഒരു കേക്കിനെ 4 പീസസ് ആയി കട്ട് ചെയ്തു, അതിനെ നമുക്ക് 1 പീസ് എടുത്തു. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് പറയാനും മനസ്സിലാക്കാനും സിമ്പിളാണ്. 4 പീസസ് ആണ് ഉള്ളത്, അതിൽ 1 പീസ് എടുത്തു എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഇതിനെന്താ പറയുന്നത്? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അത് നമുക്ക് പ്രോപ്പറാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഡൗട്ടൊന്നും വരത്തില്ല. അത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, പ്രോപ്പറാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇതിന്റെ മീനിങ് എന്താ? ഒരു കൺഫ്യൂസ്ഡ് ആയില്ലേ? ഇവിടെ 4 പീസസ് കട്ട് ചെയ്ത ഒരു കേക്കിനെ
4 ആയിട്ട് കട്ട് ചെയ്തു, അതിൽ ഒരു പീസ് എടുത്തു എന്ന മീനിങ്. അപ്പോൾ 1/4 ശരിയല്ലേ? പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഞാൻ പറഞ്ഞപ്പോൾ നോക്കുന്നത് എന്താ എക്സ്പ്ലെയിൻ ചെയ്തത്? ഒരു കേക്കിനെ 4 ആയിട്ട് കട്ട് ചെയ്തു, അതിൽ 5 പീസസ് എങ്ങനെ എടുക്കാൻ പറ്റും? നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആയില്ലേ? അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർ ചാനലിലുള്ള അല്ലല്ലോ, എന്തോ ഒരു കോംപ്ലിക്കേഷൻ അവിടെ ഫീൽ ചെയ്തില്ലേ? ആ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് അതിനെ നമ്മൾ പറയുന്ന പേര് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ പറഞ്ഞു, സെക്കൻഡറി നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പറയുന്നു, അതായത് 5/4 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നത് എന്താ? 1 എന്നൊരു നമ്പർ വരുന്നുണ്ട്, പിന്നെ ഒരു 1/4 കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ പേര് നമ്മൾ ഇതിലൊരു 1 നമ്പർ വരുന്നുണ്ട്, പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കൂടി വരുന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് എന്താണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു 1 എന്ന നമ്പർ വരുന്നുണ്ട്. ഇതിന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി പറഞ്ഞത്. ഇത് പ്രോപ്പറാണ്, ഇംപ്രോപ്പറാണ്, അത് മിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിൽ സംശയം ഒന്നുമില്ല, വരാൻ ചാൻസസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. പ്രോപ്പർ എന്താണ്? നമ്മൾ നോർമൽ പഠിച്ചത് പ്രോപ്പറാണ്. ഇത് രണ്ടും കൂടി തമ്മിൽ നമുക്ക് മിക്സ് ചെയ്യാം. അതായത് ഇവിടെ 1 എന്ന് പറയുന്നു, നമുക്കൊരു ഫ്രാക്ഷനിൽ 1 എന്ന് പറയുന്നത് എപ്പോഴാണ്? 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. ഇവിടെ ഒരു കേക്ക് ഉണ്ടെങ്കിൽ ആ കേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു കേക്ക് ഉണ്ടെങ്കിൽ അതിലെ 1 പീസ് എടുത്താൽ കംപ്ലീറ്റ് ആയില്ല, 2 പീസ് എടുത്താലും കംപ്ലീറ്റ് ആയില്ല, 3 പീസസ് എടുത്താലും കംപ്ലീറ്റ് ആയില്ല, 4 പീസസ് എടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് എന്ന മീനിങ് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡിൽ ഒരു 1 ഉണ്ടെങ്കിൽ ആ 1 എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മീനിങ് എന്താ? 4/4 ആണ്. ടോട്ടൽ എടുത്തു, ഇവിടെ എന്തുണ്ടോ ഡിനോമിനേറ്റർ അത് തന്നെ എടുക്കുക. 4/4 കംപ്ലീറ്റ് പോർഷൻസും എടുത്തു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, 1 എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? അവിടെ 4/4 ഉണ്ട്, പിന്നെ ഒരു 1/4 കൂടി ഉണ്ട്. അതായത് ടോട്ടൽ 1 ഉണ്ട്, ഫുൾ എന്നൊരു പാർട്ട് ഉണ്ട്, പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു 1/4 പാർട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ മീനിങ് ഒന്ന് നോക്കിയേ. എന്താ പറയുന്നത് ഇതിന്റെ മീനിങ്? അതിന് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്താ? ഇതിനെ ഞാൻ ഒരു ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാണ്? നമുക്കൊരു കേക്ക് ആയിട്ട് പറഞ്ഞത് എന്താ? അതായത് ഇവിടെ 4 പീസസും നമ്മൾ എടുത്ത ഒരു കേക്ക് ഉണ്ട്, മാത്രമല്ല മറ്റൊരു കേക്കിൽ നിന്ന് ഒരു പീസ് കൂടെ എടുക്കുന്നു. അപ്പൊ എന്തായി? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. എന്താണിത്? അതായത് 4 പീസസ്, ഒരു കേക്കിന്റെ 4 പീസസ് കംപ്ലീറ്റ്ലി എടുക്കുന്നു, മറ്റൊരു കേക്കിൽ നിന്നും ഒരു പീസ് കൂടെ എടുക്കുന്നു. അപ്പോൾ അത് തന്നെയല്ലേ ഈ ഇംപ്രോപ്പർ എന്ന് പറയുന്നേ? ശരിയല്ലേ? മനസ്സിലായില്ലേ? കൺഫ്യൂസ്ഡ് ആകണ്ട. 1/4 എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫ്രാക്ഷൻ. ഞാൻ ഇംപ്രോപ്പർ പറഞ്ഞില്ല, മിക്സഡ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മിക്സഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഒരു കംപ്ലീറ്റ് പോർഷനും അതിനോടൊപ്പം മറ്റൊരു കേക്കിന്റെ ഒരു പീസ് കൂടെ ഉള്ളതാണ്. ശരിയല്ലേ? അപ്പോൾ ഇത് ഒരുമിച്ച് പറയുവാണെങ്കിൽ എന്താണ്? ഞാൻ എന്താ എടുത്തേ? 4 പീസസ് ആയിട്ട് തന്നെയാണ് 2 കേക്കിനെ കട്ട് ചെയ്തു. ഇതിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തു, ഇതിനെ 4 പീസസ് ആണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ അതില് ടോട്ടൽ 4 പീസസും പിന്നെ ഇതിലൊന്ന് ഒരു പീസ് കൂടി എടുക്കുന്നു. അതിന്റെ മീനിങ് ആണ് 5/4. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ ഇംപ്രോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഹോൾ എന്ന് പറയുന്ന 4/4 ആയ കംപ്ലീറ്റ് എന്ന പാർട്ടും പിന്നെ ബാലൻസ് വന്ന ആ ഒരു പീസും കൂടി ആഡ് ചെയ്തതാണ് ഈ 5 എന്ന് പറയുന്ന ന്യൂമറേറ്റർ. അതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞത്. അപ്പൊ പ്രോപ്പർ സെപ്പറേറ്റ് നിൽക്കും, ഇംപ്രോപ്പറും മിക്സഡും അത് എന്താണ്? അത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രോപ്പറിനെ മാറ്റുന്നു. നിങ്ങൾക്കത് ഓൾറെഡി 100% മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ചെയ്യുന്ന എന്താ? ഇംപ്രോപ്പറിനെയും മിക്സഡ് ഫ്രാക്ഷനെയും ഞാനൊന്ന് കണക്ട് ചെയ്ത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും എഴുതുന്നു. 5/4, 1/4. അപ്പോൾ ഇവ തമ്മിൽ ഞാൻ ഇനി തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കിത് നേരത്തെ എക്സ്പ്ലനേഷൻ മനസ്സിലായി. ഇതിൻ്റെ മീനിങ് എന്താണ്? ഒരു
ഹോൾ പാർട്ടും പിന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് രണ്ടും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു, ഇത് രണ്ടും നമുക്ക് ഒന്നാണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം നമുക്ക് ഇനി ഒരു കാര്യം കൂടി നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിലൊന്നും കൂടി നോക്കുക, ഈ പറയുന്ന ഇംപ്രോപ്പർ എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമുക്കതിനെ മിക്സഡ് ആക്കി മാറ്റാം. അതായത് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഇംപ്രോപ്പർ ടു മിക്സഡ്. അപ്പൊ നമുക്ക് ഇംപ്രോപ്പറിനെ മിക്സഡ് ആയിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചാൽ, ഈ 5നെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താണ് കിട്ടുന്നത്? 1 ടൈം 4, അതിന്റെ റിമൈൻഡർ 1 കിട്ടുന്നു. കോഷ്യന്റ് 1 കിട്ടി, റിമൈൻഡർ 1 കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ എഴുതുന്ന ഒരു മെത്തേഡാണ് കോഷ്യന്റ് എഴുതുക, പിന്നെന്താണ് റിമൈൻഡർ ബൈ ഡിവൈസർ. ഇതാണ് ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ മനസ്സിൽ നിങ്ങൾ കരുതി വെക്കുക. ഇങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഇംപ്രോപ്പറിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ നോക്കുക, അതെന്താണ്? അതില് എന്താണ്? കോഷ്യന്റ് 1 ആണ്, അതെഴുതി. പിന്നെ അതിലെ റിമൈൻഡർ 1 ആണ്. പിന്നെ എത്ര പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്ത ഓരോ കേക്കിനെയും? 4 എന്ന പാർട്ടാണ്. അങ്ങനെയാണ് നമുക്ക് ഇംപ്രോപ്പറായ 5/4 എന്ന ഫ്രാക്ഷനെ മിക്സഡ് ആയ 1/4 എന്നതായിട്ട് എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഇത് കോഷ്യന്റ് ആണ്, റിമൈൻഡർ, ഡിവൈസർ എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഇല്ല, പക്ഷെ കൊച്ചുകുട്ടിയൊക്കെ സംശയം വരും. കാരണം നിങ്ങൾക്കറിയാം, ഈ ഡിവിഷൻ നമ്മൾ സെക്കൻഡോ തേർഡിലോ പഠിക്കുന്നു, പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പ്രോപ്പർ പഠിക്കും, പിന്നെ ഇംപ്രോപ്പർ. 2-3 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് അതങ്ങനെ ആ കുഞ്ഞു ക്ലാസ്സിലെ പോർഷൻ ലെവലിൽ കിട്ടത്തില്ല. ഓക്കെ, ആർക്കെങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഇത്രയും സംഭവങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ്. വളരെ ബേസിക്കലായിട്ട് ഫ്രാക്ഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും വീഡിയോ കേൾക്കുക, കേട്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ശരിയപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമ്മൾ ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കുന്നു, പിന്നെ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവ പഠിക്കും. ഓക്കെ, ശരിയപ്പോൾ ഇതിൻ്റെ അടുത്ത പോർഷനുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ബൈ.